സെയിൽസ് അറിയില്ല, മാർക്കറ്റിംഗ് അറിയില്ല, എംപ്ലോയി മാനേജ്മെന്റ് അറിയില്ല. ഇതൊക്കെ സ്വന്തമായിട്ട് ഓരോ ദിവസം ഒരു ദിവസം രാവിലെ എണീക്കുന്നത് ഇനി എന്ത് പുലിവാല പിടിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ടാണ്. പ്രാക്ടിക്കൽ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ്. റീസൺ ഇത്രയേ ഉള്ളൂ, സ്റ്റുഡൻസ് ഒരിക്കലും നമ്മുടെ അടുത്ത് വന്നതിന്റെ പേരിൽ നാളെ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ അവർക്ക് കിട്ടുന്ന സന്തോഷം നമ്മുടെ അടുത്ത് വന്നവർ പറയുമ്പോൾ കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന്. ഒരുപക്ഷെ ജർമ്മനിക്ക് പോയി ഞാൻ അവിടെ ഒരു നേഴ്സ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലായിരുന്നു. പക്ഷെ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടുന്നുണ്ട്. എനിക്ക് മന്ത്ലി 1.5 lakhs സ്റ്റൈഫൻഡ് വെച്ചിട്ടുള്ള കോൺട്രാക്ട് കിട്ടി. ജസ്റ്റ് പോയാൽ മാത്രം മതി, വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, വിസ അപ്രൂവ് ആവണം, വേറെ തടസ്സങ്ങളൊന്നും ഫ്രണ്ടിലില്ല. അപ്പോഴാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ ഞാൻ എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ തോട്ട്സ്. അവൻ ഒരു ഫ്ലെക്സും ഒരു സ്റ്റുഡൻറ്റും ഒരു ടീച്ചറും മാത്രമുള്ള ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത് ചെറിയ റിസ്ക് അല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന്. ഞാൻ എന്ത് തുടങ്ങി വെച്ചാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അത് മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫാണ് ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു 6 months എബോ വെയിറ്റ് ചെയ്തു. നടന്നില്ലെങ്കിൽ ഉപ്പച്ചി ഇച്ചിരി കാശ് തരുമെന്ന് ചോദിക്കാനുള്ള സേഫ് ആയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഇനിഷ്യലി നമുക്ക് അത് ചോദിക്കാന്ന് പറയുന്നത് ഭയങ്കര അഭിമാന പ്രശ്നമാണ്. അത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കി പോവാണ്. നമുക്ക് മാറ്റി മാറ്റി ട്രൈ ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലോ. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഇപ്പോൾ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന വ്യക്തി ഒരു സ്പെഷ്യൽ ആളാണ്. കാരണം അദ്ദേഹത്തിന് 21 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 21 വയസ്സിലൊരു ഫൗണ്ടർ ആകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തൻ്റെ +2 പഠന ശേഷം തന്നെ അങ്ങനെ ഒരു തോട്ടുണ്ടാവുകയും പുറത്തേക്ക് പോവുക എന്ന് പറയുന്ന ലക്ഷ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തേക്ക് പോകണോ നാട്ടിൽ സെറ്റിൽ ആവണോ എന്നുള്ള 2 ചോദ്യം വന്നപ്പോൾ ചൂസ് ചെയ്യാൻ, നാട്ടിൽ നിൽക്കുക എന്നുള്ള കാര്യം ചൂസ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്ത് ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച നാട്ടുകാരോടെല്ലാവരോടും ഞാനൊന്ന് സക്സസ്ഫുൾ ആയ ഒരു ഓൺട്രപ്രണർ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ച ഒരു 21 വയസ്സുകാരനായ വ്യക്തിയാണ് ഞാനന്ന് സ്പാർക്കിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജർമ്മൻ കഫേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലൂടെ അദ്ദേഹം ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിനൊരു വഴിത്തിരിവായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു കാരണക്കാരനായിട്ടുണ്ട്. സോ വളരെ അഭിമാനത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു അഫ്സൽ. സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. 21 വയസ്സേ ഉള്ളൂ. എനിക്ക് അതാണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. വളരെയധികം സന്തോഷം. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ കൈയടിക്കേണ്ട ഒരു കാര്യമാണ്. അതും എന്താ പറയുക, ഒരു അധ്യാപകൻ ആയിരുന്നു കുറച്ച് നാൾ. അവിടെ നിന്നാണ് ഇന്നൊരു ഓൺട്രപ്രണറിലേക്ക് മാറിയത്. എവിടെയാണ് നാട്? നാട് തൊടുപുഴയാണ്. തൊടുപുഴയിലാണ് ജനിച്ചത്. വളർന്നൊക്കെ അവിടെയാണോ? രാമക്കൽമേടാണ് ജനിച്ചത്. അവിടുന്ന് പിന്നെ അമ്മയ്ക്ക് എനിക്കൊരു 1.5 വയസ്സുള്ളപ്പോൾ ജോലി തൊടുപുഴയിലേക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ തൊടുപുഴയിൽ സെറ്റിൽഡാണ്. അടുത്ത ചോദിക്കാൻ പോകുന്ന വിദ്യാഭ്യാസം ആയിരിക്കുമല്ലോ അല്ലേ? +2 മാത്രമേ ഉള്ളൂ. +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി. ജർമ്മനിക്ക് പോകാന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി. ലാംഗ്വേജ് പഠിച്ച് പാസ്സായി കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. ഫ്രീലാൻസ് ആയിട്ടും വേറൊരു അക്കാഡമിയിൽ അധ്യാപകനായിട്ടും വർക്ക് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ഇതിലേക്ക് തിരിയണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലല്ല, അത് റിസൈൻ ചെയ്ത് പിന്നീട് ഉണ്ടായ ചില സിറ്റുവേഷൻസ് കൊണ്ട് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്തു, സ്വന്തമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ. അങ്ങനെ അവിടെ നിന്നാണ് ജർമ്മൻ കഫേ അക്കാഡമിയിലേക്ക് നമ്മൾ എത്തിയത്. എൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റയടിക്ക് പറഞ്ഞു അല്ലേ? അല്ല, പലപ്പോഴും സ്പാർക്കിൽ നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രായം കുറഞ്ഞ ആളുകളെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, നിങ്ങളുടെ ജനറേഷനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ അഫ്സലിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചിറങ്ങിയ സമയത്തൊരു ട്രെൻഡായിരുന്നു ജർമ്മൻ, UK, കാനഡ. സ്വാഭാവികമായിട്ടും കൂടെ കൂട്ടുകാരും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ എത്ര പേര് ഇപ്പോൾ നാട്ടിലുണ്ട്? വളരെ കുറച്ച് പേര് മാത്രമേ നാട്ടിലുള്ളൂ. കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങുന്ന സമയം ശരിക്കും ജർമ്മൻ ബൂമായി വരുന്ന ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ കുട്ടികൾ ഇത്രയും വരാൻ തുടങ്ങിയത് ഞാൻ പഠിച്ചു തുടങ്ങുന്ന ആ ഒരു ഇയറിലാണ്. അപ്പോൾ ആ ടൈമിൽ വന്ന ഭൂരിഭാഗം പേരും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. വളരെ കുറച്ച് പേര് മാത്രം ക്വിറ്റ് ചെയ്ത് പോയ കുറച്ച് ആൾക്കാരുണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും ചോദിച്ചത് എല്ലാവരും ജർമ്മനിലാണ്, അല്ലെങ്കിൽ UK. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു തോട്ട് നാട്ടിൽ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഈ പഠിച്ച മേഖലയിൽ തന്നെ തുടങ്ങണം എന്നൊക്കെ. ഇപ്പോൾ നമുക്ക് ബിസിനസ് ഇറങ്ങാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്യാം, അതിലൊരു ഓൺട്രപ്രണർഷിപ്പ് സാധ്യത കണ്ടെത്തിയത് എങ്ങനെയാണ്? ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നിന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. പലരും ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോയ ഫ്രണ്ട്സ് പലരും അധ്യാപകരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട്.
ഇത് ഈ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന നിങ്ങള്? ആ അതെ, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പലരും ഈ പോകാനായിട്ട് എടുക്കുന്ന ഗ്യാപ്പിന്റെ ഇടയിൽ ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ വർക്ക് ചെയ്യാൻ കയറുമ്പോൾ എല്ലായിടത്തും നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്നൊരു പോയിന്റാണ്, അവിടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ ചെന്നിരുന്നാൽ മതി, എന്തെങ്കിലുമൊക്കെ വെറുതെ പഠിപ്പിച്ച് വിട്ടാൽ മതി. അങ്ങനെ സ്റ്റുഡൻസിനോട് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിലാണ് പലയിടത്തും എഡ്യൂക്കേഷൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഫേസ് ചെയ്ത് അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്സ് വന്ന് എഴുതി കിട്ടാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ഈ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇത് സ്വന്തമായിട്ടൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ഫസ്റ്റ് തോട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ നമുക്കന്ന് കൊടുക്കുന്ന ക്ലാസ്സസിന് നല്ല റിവ്യൂസ് ഉണ്ട്, നമ്മളെ സ്റ്റുഡൻസ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, റിസൾട്ടും ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണോ അതോ കയറി പോകണോ എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ താങ്കൾ ഒരു +2 കഴിഞ്ഞ് ജർമ്മൻ കഴിഞ്ഞ് ലൈഫ് ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാനിലെ ഭൂരിഭാഗം പ്ലാൻ പേരൻസിൻ്റെ ആയിരിക്കും. അവിടെ നിന്നാണ് പാരൻസിൻ്റെ പ്ലാൻ നമ്മൾ തെറ്റിച്ചിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ തന്നെ നിൽക്കാം, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷെ അതിന് പേരൻസ് എങ്ങനെ നോക്കി കണ്ടു? ഇനിഷ്യലി ഇത് വീട്ടിൽ പറയുമ്പോൾ അതിന് മുന്നേ ശരിക്കും എൻ്റെ സിസ്റ്ററുടെ മാരേജ് ആവാറായ സമയത്ത് ഞാൻ പോകും എന്നുള്ളൊരു റീസൺ കൊണ്ട് ആ മാരേജ് പെട്ടെന്ന് നടത്തേണ്ടി വന്നു. ഞാൻ അടുത്ത മാസം പോകും, അതിന് മുന്നേ മാരേജ് നടത്തണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ട് മാരേജ് നടത്തി അവരെ കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പോക്കിൽ ചെറിയൊരു ലാഗ് വന്നു. അത് കഴിഞ്ഞ് എനിക്ക് പോകാൻ റെഡി ആയപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഈ സ്വന്തമായിട്ട് ഇത് ചെയ്യണം, ഈ സിസ്റ്റത്തിലൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ട് വന്ന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് പേരൻസിനെ എത്രത്തോളം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നല്ല, കാരണം ഞാൻ ഓൾറെഡി ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ അവിടെ സേഫാണ്, എനിക്ക് മന്ത്ലി 1.5 lakhs സ്റ്റൈഫൻഡ് വെച്ചിട്ടുള്ള കോൺട്രാക്ട് കിട്ടി, ജസ്റ്റ് പോയാൽ മാത്രം മതി, വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, വിസ അപ്രൂവ് ആവണം, വേറെ തടസ്സങ്ങളൊന്നും ഫ്രണ്ടിലില്ല. അപ്പോൾ അവരെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കരിയർ എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോഴാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല. അത് എൻ്റെ ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ചേഞ്ച് ആയത് ആ സമയത്തായിരുന്നു. നേഴ്സിങ്ങിന് പോകാന്നുള്ളൊരു മൈൻഡിൽ നിന്ന് എനിക്ക് നേഴ്സിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതായിരിക്കും എന്നൊരു തോന്നൽ വന്ന സമയത്താണ് പേരൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇനിഷ്യലി അവർ നോ പറഞ്ഞു, പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇത് ഞാൻ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എനിക്ക് നല്ലൊരു പൊട്ടിത്തെറിയായിരുന്നു. വീട്ടിൽ എന്താ പറയുക, ഞാനൊരു ദിവസം പെട്ടെന്ന് ബാഗ് എടുത്ത് നേരെ, അപ്പം പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ എനിക്കൊരു സെക്കൻഡ് ഹോം ഉണ്ടല്ലോ, ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ബാഗ് എടുത്ത് നേരെ ഇറങ്ങി നാട് വിടുന്ന രീതിയിൽ നേരെ കോഴിക്കോട് പോയി. അങ്ങനെ ഒരു 2 days അവിടെ നിന്നൊന്ന് സ്പെൻഡ് ചെയ്ത് അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ കിട്ടി, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു എനർജി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞ് സമ്മതിച്ചാലും ഇല്ലെങ്കിൽ 6 months എനിക്ക് ടൈം വേണം, 6 months ഞാനിത് വർക്കൗട്ട് ചെയ്ത് നോക്കാം, ഇതിൽ റിസൾട്ട്സ് ഇല്ല, ഇത് വർക്കൗട്ട് ആവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആ പേപ്പർ ക്യാൻസൽ ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പം സിസ്റ്ററും ബ്രദറിലൊക്കെ സപ്പോർട്ട് ചെയ്തോ? അവർ ഇനിഷ്യലി സപ്പോർട്ടായിരുന്നു. കാരണം നമ്മൾ പറയുന്നത് പേരൻസിന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അവർ നോക്കുമ്പോൾ എൻ്റെ സേഫർ സൈഡ് എപ്പോഴും പോവുക എന്നുള്ളതായിരുന്നു. ഞാൻ അതിനുവേണ്ടി 3 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ അത് ക്വിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ബ്രദർ ഇൻ ലോ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഒരു ഏജിലേക്ക് വരുന്നത് കൊണ്ട് അവരോട് കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ നീ ട്രൈ ചെയ്യുക, പക്ഷെ അവരും പറഞ്ഞു നീ പോവാതിരിക്കരുത്, ഉടനെ തന്നെ പോകണം, ഇപ്പം നീ തുടങ്ങി വെക്കുക, സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും നമുക്ക് ഈ സ്റ്റാഫിനെ ഹയർ ചെയ്ത് നിർത്തുന്നത് കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യം പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോവാതെ അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്ത് സപ്പോർട്ടിംഗ് സിസ്റ്റം കിട്ടി. പെങ്ങളെ കെട്ടിച്ചത് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം, ഒരു സെക്കൻഡ് ഹോമും ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കിട്ടി. പിന്നെ ആദ്യം പ്ലാൻ ചെയ്യുന്ന ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നിടത്തുനിന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ ഹയർ ചെയ്തിട്ട് ആളെയും കൂടെ വെച്ച് ക്ലാസ് എടുത്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന മെത്തേഡ്സ് സെയിം ആയതുകൊണ്ട് റിസൾട്ട്സ് ഒരുപോലെ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഒരു സ്റ്റുഡൻറ്റ് ട്രസ്റ്റ് ചെയ്തിട്ട് ആൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു തുടങ്ങി ഇടയ്ക്ക് വെച്ച് നമ്മുടെ അടുത്ത് വന്ന് ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ആൾ പറഞ്ഞ് വീട്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ വന്ന് പൊക്കോളാം, എനിക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ട്രസ്റ്റ് വിശ്വസിച്ചിട്ടാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് വാങ്ങി അതിൻ്റെ അഡ്വാൻസ് എമൗണ്ട് കൊണ്ട് ചെറിയൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് ജർമ്മൻ കഫേ അക്കാഡമി. എവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ? നമ്മൾ ആദ്യം ലൊക്കേഷൻ മുട്ടമായിരുന്നു. മുട്ടത്ത് നമ്മൾ ചെറിയൊരു അപ്പാർട്ട്മെന്റ് ഹയർ ചെയ്തിട്ട് അവിടെ ആദ്യം അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫ്യൂ ഡേയ്സ് ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു അക്കാഡമിക്ക് വേണ്ട സെറ്റപ്പ് അല്ല നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് അടുത്തൊരു ബിൽഡിംഗ് എടുത്തു, റിസ്ക് എടുത്ത്. ആ സമയത്ത് വേറെ ഇൻകം ഒന്നുമില്ല, ഈ ഒരു സ്റ്റുഡൻ്റ് ഉള്ളതും പിന്നെ കുറച്ച് ഓൺലൈൻ കുട്ടികൾ മാത്രമേ ഉള്ളൂ. റിസ്ക് എടുത്തൊരു 10,000 റെന്റ് കൊടുത്തൊരു സ്വന്തമായിട്ടൊരു റൂം എടുത്തു, ഒരു 2 റൂംസും ഓഫീസും വരുന്ന 20 വയസ്സ്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ അന്ന് ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു 100 പേരും ഒരു സ്റ്റുഡൻറ്റും ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് പക്ഷേ അറൌണ്ട് 300 above സ്റ്റുഡൻസ് ഉണ്ട്. 300-ലധികം കുട്ടികളായി ഒരു വർഷം കൊണ്ട്. ഓക്കെ, അടിപൊളി. അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തന്നെ കൈയടിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം ഇത്ര ചെറിയ കാലം കൊണ്ട് അത്രയും കുട്ടികളിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ ഇനാഗുറേഷൻ വന്നിട്ട് പേരൻസ് എന്നാ പറഞ്ഞു? അപ്പോഴേക്കും അവർ ഹാപ്പിയാണ്. അവരെൻ്റെ ഡിസിഷൻ എന്തായാലും അതിനെ ബാക്ക് ചെയ്യുന്നുള്ളത് കൺഫേം ആണ്. പക്ഷെ എന്നെ ഡിസിഷനിലേക്ക് പോകുന്നതിന് മുന്നേ അവർ പരമാവധി നോക്കി അതിന് തിരിച്ച് ജർമ്മനിയിലേക്ക് തന്നെ വിടാൻ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇതൊന്നതിന് ബിൽഡ് ചെയ്ത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ള തോട്ട്സ് അവർക്കുണ്ട്.
അവരെ നോക്കുമ്പോൾ ഒരു മാസത്തോടെ കഴിഞ്ഞ അവൻ ജർമ്മനിയിലാണ്, കരിയർ സെറ്റിലാണ്, 3 വർഷം പഠിച്ചാൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവാം, സേഫർ ജേണി. ഇപ്പോൾ അത് തന്നെയാണ് ജർമ്മനിയിൽ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ ഞാൻ എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ തോട്ട്സ്. പക്ഷേ മനസ്സിൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് കൊണ്ടുവരണം എന്ന് തോന്നിയ ഒരു ചേഞ്ചും പിന്നെ ഈ എന്റർപ്രണർഷിപ്പിനോടുള്ളൊരു ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഡിസയറും ആണ് ഇതിലേക്ക് എത്തിച്ചത്. അങ്ങനെ എത്താനുള്ള റീസൺ എന്താ? വീട്ടിൽ വേറെ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നോ? അങ്ങനെ ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് എത്തണമെന്ന് തോന്നാനുള്ള റീസൺ എന്തായിരുന്നു? അത് ഇനിഷ്യലി ഞാൻ ചെയ്തു തുടങ്ങിയ വർക്ക്, അതായത് കുട്ടികളെ സ്വന്തമായിട്ട് പഠിപ്പിച്ച് തുടങ്ങിയ സമയത്ത് നമുക്കതിലൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആവുക, ഇത് കാര്യങ്ങൾ മാനേജ് ചെയ്യാനും വേറെ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു, അതിൽ നിന്നൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നു. അതിലൊരു കിക്ക് കണ്ടെത്തിയിട്ടാണ് അതിനെ ഡെവലപ്പ് ചെയ്താണ് നമ്മൾ കൊണ്ടുവന്നത്. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സും മെറ്റീരിയൽസും ഷെയർ ചെയ്ത് കൊടുത്താണ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നത്. അതിൽ നിന്നാണ് നമുക്ക് അഡ്മിഷൻസ് ആദ്യം വന്നു തുടങ്ങി. അങ്ങനെയാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അവൻ്റെ ഏജ് വരുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? കൊടുക്കുന്ന ക്ലാസിന്റെ ക്വാളിറ്റി ഓക്കെ ആയിരുന്നതുകൊണ്ട് ആർക്കും അതൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ. ഈ കൊടുക്കുന്ന ക്ലാസ്സിൻ്റെ ക്വാളിറ്റി കുറച്ച് നേരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ്. എന്തുകൊണ്ട് അങ്ങനെ അത്ര ട്രസ്റ്റായിട്ട് അത്ര ആത്മാർത്ഥതയോടെ അത്രയും കോൺഫിഡൻസോടെ അത് പറയാൻ പറ്റുന്നത്? ഞാൻ പഠിച്ചു വന്ന സമയത്തും പഠിച്ചതിന് ശേഷം വർക്ക് ചെയ്ത സമയത്തും ഒക്കെ പലയിടത്തു നിന്ന് നമ്മൾ കാണുന്നതും കേട്ടറിഞ്ഞതും എല്ലാം ഈ വരുന്ന കുട്ടികളോട് ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ജസ്റ്റ് അഡ്മിഷൻസിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് അക്കാഡമികളുണ്ട് നിലവിൽ. അപ്പോൾ ഇവിടെയൊക്കെ പോയി പെട്ടിട്ട് പലരുടെയും ഫ്യൂച്ചർ പോവാണ്. അതായത് ജർമ്മനി പോലെ ഇത്രയും നല്ലൊരു കൺട്രിയിൽ സെറ്റിൽ ആവാൻ ഒരു ഓപ്ഷനിലേക്ക് അവർ ഇറങ്ങിയിട്ട് റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അവർ എത്തിയില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് പഠിച്ച് എക്സാം പാസ്സാവാതെ അവർ സ്ട്രഗിൾ ചെയ്തിട്ട് ക്വിറ്റ് ചെയ്ത് പിന്നെ ഡിഗ്രിക്ക് പോകേണ്ട അവസ്ഥയാണ്. അതായത് +2 കഴിഞ്ഞ് കൂടെ പഠിച്ചവർ ഡിഗ്രി പാസ്സാവുന്ന സമയത്ത് ജർമ്മൻ പഠിച്ച് എങ്ങും എത്താതെ നിന്ന് പിന്നൊരു ഡിഗ്രിക്കൊക്കെ പോയി ലൈഫ് സ്പോയിലായി പോകുന്നൊരു സിറ്റുവേഷൻ പലരെയും നമ്മൾ കണ്ടു. അവിടെ നിന്നാണ് നമുക്ക് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പറഞ്ഞ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയിട്ട് അതിൽ പക്ക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വരുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ്, അതിപ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫ് അടിപൊളി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വരുന്ന 2 ട്രെയിനേഴ്സ് അടിപൊളി ആയതുകൊണ്ട് മാത്രം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം ആര് പഠിപ്പിച്ചാലും അവർ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പഠിക്കണം എന്നുള്ള രീതിയിലൊരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്ത് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. റീസൺ ഇത്രയേ ഉള്ളൂ, സ്റ്റുഡൻസ് ഒരിക്കലും നമ്മുടെ അടുത്ത് വന്നതിൻ്റെ പേരിൽ നാളെ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്ന ആളാരാണ് ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക, ഫാദർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആൾ വലിയൊരു ബിസിനസ്മാൻ ഒന്നുമല്ല, പക്ഷേ ഏറ്റവും ലോ ലെവലിൽ നിന്ന് ലൈഫിനെ പട്ടിണി കിടന്ന കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനൊക്കെ ഉണ്ടായ സമയത്ത്. അപ്പോൾ ആ ലെവലിൽ നിന്ന് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത് ഫാദറാണ്. ഒരു ചെറിയ തയ്യക്കടയും അവിടെ നിന്നുള്ള ആളുടെ ലൈഫ് സ്റ്റൈലും വെച്ചിട്ട് പിടിച്ചു നിർത്തി ഞങ്ങളിപ്പോൾ നിൽക്കുന്ന രീതിയിൽ എനിക്കിപ്പോൾ എന്താ പറയുക വീട്ടിൽ ഭയങ്കര സ്ട്രഗിളുള്ള സെറ്റപ്പ് ആണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒന്ന് ക്വിറ്റ് ചെയ്താലും വീട് ഓടിക്കോളും എന്നുള്ളൊരു എന്താ പറയുക സേഫ് സോണിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലിലാണ് എനിക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റിയത്. എൻ്റർപ്രണർഷിപ്പിലേക്ക് തിരിയുക എന്നുള്ള റിസ്ക് ഞാൻ എടുത്തത് എൻ്റെ വീട് സേഫ് ആണ് എന്നുള്ള തോട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഫാദർ തന്നെയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഈ ആദ്യത്തെ അപ്പാർട്ട്മെന്റ് ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു പറഞ്ഞല്ലോ, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എന്നാ ചെയ്തു? റോങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്, ഒരു ഒറ്റമുറി വീടാണ്. അത് തന്നെ നമ്മൾ വീണ്ടും എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒരു സ്റ്റുഡൻറ്റിന് ജസ്റ്റ് 25,000 രൂപ മാത്രം മേടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ഒരൊറ്റ സ്റ്റുഡൻറ്റേ ഉള്ളൂ എന്ന്. അപ്പോൾ അന്ന് ആ മിനിമം റിസോഴ്സ് യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷേ 2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായി ഇങ്ങനെ നിന്നാലല്ല നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുക, ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് വേണമെന്ന് തോന്നി. അപ്പോൾ ആ സമയത്ത് നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും നാട്ടിലുള്ള പൊളിറ്റീഷ്യൻസ് അങ്ങനെ കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നല്ലൊരു റൂം ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നു. അവിടെ നമുക്ക് റെക്കമെൻഡേഷൻസിൽ പെട്ടെന്ന് റൂം കിട്ടി. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അക്കാഡമി ആയിരുന്നു. സോ ഇനിഷ്യലി നമ്മുടെ കയ്യിൽ മുടക്കാനൊന്നുമില്ല, ഈ കിട്ടി 25,000 അല്ലാണ്ട് നമ്മുടെ കയ്യിൽ പൈസ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു അക്കാഡമി ഫർണിഷ് ചെയ്ത് എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത്. പക്ഷേ അത് നമുക്ക് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു റൂം ജസ്റ്റ് വാടക മാത്രം കൊടുത്ത് കയറാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ എത്തിയത്. ഇന്നിപ്പോൾ അവിടെ നമ്മുടെ 2nd ഫ്ലോറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ തന്നെ അവിടെയുള്ള ബാക്കി റൂംസ് നമ്മൾ എടുത്തിട്ട് അക്കാഡമി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. എപ്പോഴാണ് ഈ ഒരു സ്റ്റുഡൻറ്റിൽ നിന്നും ഈ 300 എന്ന് പറയുന്ന നമ്പർ എത്തുന്ന ഒരു വർഷം കൊണ്ടാണ്. പക്ഷെ ഒരു സ്റ്റുഡൻറ്റിൽ നിന്നും 10, 20, 30 എന്ന് പറയുന്ന ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഉദ്ദേശിച്ച ടൈം പീരീഡിൽ നടന്നോ? ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു വരുന്ന സ്റ്റുഡൻസിനെ എല്ലാം മാക്സിമം ഹാപ്പിയാക്കി വിടുക. അപ്പോൾ നമുക്ക് ഒരുപാട് മാർക്കറ്റ് ചെയ്ത് കുറേ കുട്ടികളെ കൊണ്ടുവരുന്ന വരും, വരുന്ന കുട്ടികളെ ക്ലിയർ ആയിട്ട് എക്സാംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു മോട്ടോയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോഴും നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വിത്തൗട്ട് മാർക്കറ്റിംഗ് അത് വർക്കായി. അതായത് നമ്മളിത് ആരോടും പറയേണ്ടി വന്നില്ല. വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത ക്വാളിറ്റി അവർ പുറത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് അഡ്മിഷൻസ് വരാൻ നല്ല രീതിയിൽ. നമ്മൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഒക്കെ വളരെ ലീനാണ്, അതിനുവേണ്ടി നമ്മൾ ഒത്തിരി സ്പെൻഡ് ചെയ്യാറില്ല. മെയിനായിട്ട് ഇതിൻ്റെ ഫൗണ്ടർ ഞാനാണ്. ഞാൻ മാർക്കറ്റിംഗ് പഠിച്ചിട്ടില്ല, സെയിൽസ് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല.
അപ്പോൾ ഇതിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്കറിയാവുന്ന നല്ല രീതിയിൽ ഇവരെ പഠിപ്പിച്ചെടുക്കുക, നമ്മുടെ ട്രെയിനേഴ്സിന് നല്ല ട്രെയിനിങ് കൊടുക്കുക, അത് വെച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുക. ഈ റിസൾട്ട്സ് തന്നെ ഗ്രോ ആയി നമുക്ക് പുതിയ പുതിയ സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. തൊടുപുഴയാണ് ഇടുക്കിയുടെ ഹൈ റേഞ്ചിൻ്റെ കവാടത്തിലാണെന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം, കോഴിക്കോട്, ഇങ്ങനെ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ലൊക്കേഷൻസിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻസ് വരുന്നത്. ഇവരൊക്കെ അവിടെ ഹോസ്റ്റലിൽ വന്ന് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്നൊന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നതല്ലേ. എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ജർമ്മനിക്ക് പോയാൽ മതിയായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ജർമ്മനിയിൽ പോയി ഞാൻ എൻ്റെ കരിയർ സേഫായിട്ട് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നേഴ്സിംഗ് പഠിക്കുന്നു എന്നുള്ളതിൽ അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് പേഴ്സണലി സന്തോഷം കിട്ടുന്നുണ്ട്. ആ ഫീൽഡിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഇന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരെ അവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ച പലരും വഴിമുട്ടി നിന്ന സമയത്ത് അവർക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ വഴിമുട്ടി പഠിച്ച് എക്സാം കിട്ടാതെ വരുന്ന കുട്ടികളെ പുറത്തേക്ക് എത്തിക്കാൻ, അവരെ എക്സാം കിട്ടാതിരിക്കുന്ന ലൂപ്പിൽ നിന്ന് എക്സാം പാസ്സാവുന്ന സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് അവരെ പഠിപ്പിച്ച് എക്സാംസ് ക്ലിയർ ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ 2 വർഷവും 3 വർഷവും എന്നെ പോലെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകണം എന്നുണ്ട്, പക്ഷേ ഒന്നും റെഡി ആവാത്തതുകൊണ്ട് പോകാൻ പറ്റാത്ത കുട്ടികളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതാണ് അതിലും സന്തോഷമായിട്ടുള്ള കാര്യം. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ ഒരുപാട് ലാംഗ്വേജ് അക്കാദമികൾ നമ്മുടെ കോവിഡിന് ശേഷം ഇപ്പം നിങ്ങളൊക്കെ പഠിച്ചിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈക്ക് ജർമ്മൻ പഠിക്കാൻ പോയപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അത്രയും അക്കാദമീസ് നമ്മുടെ നാട്ടിലുണ്ട്. അത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ് ഈ പറയുന്ന പോലെ ലാംഗ്വേജ് അക്കാദമികളുടെ. അവിടെ എന്തുകൊണ്ട് ജർമ്മൻ കഫേ എന്ന ചോദ്യത്തിന് അഫ്സൽ എന്ത് ഉത്തരം പറയും? നമ്മുടെ ക്വാളിറ്റിയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം. ഇപ്പോൾ മറ്റ് അക്കാഡമീസ് പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അഡ്മിഷൻസിനെക്കാട്ടിലും കൂടുതൽ അവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ക്വാളിറ്റി. അതിപ്പോൾ നമുക്ക് ഒരു ട്രെയിനർ പഠിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വരുന്ന ട്രെയിനർക്ക് മാത്രം കുറച്ച് കഴിവുള്ളത് കൊണ്ടോ മാത്രമല്ല അവിടെ സിസ്റ്റം വർക്കൗട്ട് ആവുക. നമ്മളതിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കാഡമിക് SOPs ഉണ്ട്, അതവിടെ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവണം. അതായത് ആര് പഠിപ്പിച്ചാലും ഈവൻ പുതിയൊരാളെ കൊണ്ട് നമ്മൾ നിർത്തിയാലും അവരെന്ത് പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടാണ്. അവരുടെ എക്സ്പെർട്ടൈസ് അവർക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അവർ മസ്റ്റായിട്ടും നമ്മൾ കൊടുക്കുന്ന മിനിമം ക്വാളിറ്റീസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ വരുന്ന സ്റ്റുഡൻസിനെല്ലാം ഈക്വൽ ആയിട്ടുള്ള ക്വാളിറ്റി കൊടുക്കാനും പറ്റും. അതിൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇവരുടെ സൈക്കോളജി വെച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. സ്റ്റുഡൻസിന് സംസാരിക്കാൻ പേടിയായിരിക്കും, പുതിയൊരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അവരുടെ ഈ പേടി നമ്മൾ കുറേ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് പുറത്തേക്ക് മാറണം എന്നില്ല. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ്, അവർക്ക് ട്രെയിനറെ ഒരു എന്താ പറയുക ഒരു ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ ആ ഒരു ബോണ്ടിങ്ങോട് കൂടിയിട്ട് നിന്ന് പഠിക്കാനും ആ ഒരു കോൺഫിഡൻസിൽ അവർക്ക് തമ്മിൽ ട്രെയിനറുടെ അടുത്തുനിന്ന് കറക്ഷൻസ് എടുക്കാനും ആ ഒരു ഫ്രീഡം കൊടുത്തിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ താങ്കളുടെ ഒരു അധ്യാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് യാത്രയിൽ ഏറ്റവും കൂടുതൽ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ പ്രായമാണെങ്കിലും ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് സെയിം ഏജിലുള്ള ആൾക്കാരെ പോലും നമുക്ക് ഗൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ലൈഫിലൊരു പ്രൗഡ് മൊമെൻ്റ് എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട്, ആളുടെ പേര് അബ്രാർ. ആളൊരു 18 വയസ്സ് തൊട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 18 അല്ല, അതിന് മുന്നേ, അതായത് ഞങ്ങളൊക്കെ +2 പഠിക്കണോ വേണ്ടയോ, അല്ലെ +2 പഠിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ 10 പഠിക്കുമ്പോൾ അവന് സ്വന്തമായിട്ട് കമ്പനി ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പോകുമ്പോൾ ബിസിനസ്സിൽ ഭയങ്കര എക്സ്പെർട്ട് ആണെന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പോയി അഡ്വൈസ് എടുക്കുന്നത് അവൻ്റെ അടുത്തു നിന്നാണ്. എന്നെക്കാട്ടിലും 3 വയസ്സിന് ഇളയതാണ്, പക്ഷേ ബിസിനസ്സിൽ അവൻ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിന് അവൻ്റെ അടുത്ത് അഡ്വൈസ് എടുക്കാൻ ചെന്ന് ഞങ്ങൾ തമ്മിൽ അതുവരെ ഞങ്ങൾ തമ്മിൽ ബോണ്ടിങ് ഒന്നും ഇല്ല. എനിക്ക് 20 വയസ്സ്, +2 പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണക്റ്റായി. അതിൽ നിന്ന് അവൻ ആ നിന്ന നാട്ടിലൊരു ലൂപ്പിനകത്തുനിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പേഴ്സണാലിറ്റി പരമായി, ഇപ്പോൾ എനിക്ക് 3 വയസ്സിൻ്റെ മൂത്തതാണ് ഞാൻ. സോ ഞാൻ എനിക്ക് കിട്ടിയ കുറേ എക്സ്പീരിയൻസും ഹാൻഡിൽ ചെയ്ത ആൾക്കാരുടെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അവനെ കുറേയും കൂടെ മെച്ചുവേർഡാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഭയങ്കരമായിട്ട് അതിൽ നിന്ന് അവൻ്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയി. ആ മെച്യൂരിറ്റി കൊണ്ട് മാത്രം ഒരുപാട് അച്ചീവ്മെൻറ്റ്സിലേക്ക് പോകാൻ പറ്റി എന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയില്ല. കാരണം നിങ്ങൾ ജെൻസി പിള്ളേരെ കുറിച്ച് ഭയങ്കര വേറെ തലത്തിലുള്ള തോട്ടാണ് സമൂഹത്തിന്. അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഒരാൾ 3 വയസ്സിന് ഇളയത്, ഒരാൾ 3 വയസ്സിന് മൂത്തത്. ഈ 3 വയസ്സിന് മൂത്തയാൾ മെന്റർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ നിന്ന് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടത്തി ലൈക്ക് ഒരുമിച്ച് വളരുകയാണ്. അടിപൊളി പ്രൗഡ് മൊമെന്റ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ്. ഇവർ പലയിടത്തുനിന്നും അവരുടെ കരിയർ പോയിട്ട് ഇനി എന്ത് ചെയ്യണം, ജർമ്മൻ ക്വിറ്റ് ചെയ്യാം,
ജർമ്മനിക്ക് പോക്ക് നടക്കില്ല. പ്രത്യേകിച്ച് നേഴ്സസ് ഒക്കെ അവരവരുടെ കരിയറിൽ ഒരു 4 വർഷം നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയി, പിന്നെ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത് പ്രോപ്പറായിട്ട് അല്ലാത്തതുകൊണ്ട് 2, 3, 4 തവണ എഴുതി 5-6 ലക്ഷം രൂപ വേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പാസ്സാവാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന പലരും നമ്മുടെ അടുത്ത് വന്ന് ജസ്റ്റ് ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 60 ഡേയ്സിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടോ നമ്മുടെ ഒരു ഗൈഡൻസ് കൊണ്ടോ അവർ പാസ്സായി കഴിയുമ്പോൾ അവർ ജെന്യുവനായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന റിവ്യൂസ് ഉണ്ട്. നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നുള്ളത്. കാരണം അവരുടെ കരിയർ അവർ ഫിക്സായി. ഫുൾ മൊഡ്യൂൾ അവർ പാസ്സായി കഴിയുമ്പോൾ അവർ പിന്നെ ഫ്ലൈ ചെയ്യാണ്. പിന്നെ അവർ പോകുന്നത് 3.5 lakhs അല്ലെങ്കിൽ 4 lakhs സാലറിയിലേക്ക് അവരുടെ ലൈഫ് സ്വിച്ച് ചെയ്യാണ്. അപ്പോൾ അതിലവർക്ക് കിട്ടുന്ന സന്തോഷം നമ്മുടെ അടുത്ത് വന്ന് അവർ പറയുമ്പോൾ കിട്ടുന്നൊരു എന്താ പറയുക, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന്. ഒരുപക്ഷെ ജർമ്മനിക്ക് പോയി ഞാൻ അവിടെ ഒരു നേഴ്സ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലായിരുന്നു. പക്ഷെ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടുന്നുണ്ട്. പേരൻസ് ഹാപ്പിയാണോ? ഇപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്, പ്രൗഡാണ്. അതും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഉറപ്പായിട്ടും. അതെ, നിങ്ങളുടെ ഏജിൽ അവർക്ക് അത്രയും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അവർക്ക് അത്രയും ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഒരാളായിട്ടാണ് തുടങ്ങുന്നത്. ഈ കമ്പനി വളർച്ചയിൽ അടുത്തൊരാളെ ഹയർ ചെയ്യുന്നത് ഏത് സമയത്താണ്? ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്കൊരു ദിവസം മാക്സിമം ഒരു 8 ക്ലാസ് വരെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഡെയിലി 1 hour വെച്ചിട്ട് 8 hour ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പോൾ അതിന് മേളിലേക്ക് സ്റ്റുഡൻസ് വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ ഞാൻ കൂടെ കൂട്ടി ട്രെയിനറായിട്ട്. അപ്പോൾ ആൾക്ക് ഞാൻ സ്റ്റുഡൻസിനെ കൊടുക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങളുടെ 2 ക്ലാസ് ഒരേ മെത്തേഡ് ആയതുകൊണ്ട് ഈ സിസ്റ്റം വർക്കൗട്ട് ആവുന്ന കണ്ടപ്പോഴാണ് ഈ ഓഫ്ലൈൻ അക്കാഡമിയിലേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് അവിടെ ഗ്രാജുവലി സ്റ്റുഡൻസ് കൂടി വന്ന് നമുക്കിപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 27+ ട്രെയിനേഴ്സ് മാത്രം നമുക്ക് സ്റ്റാഫായിട്ടുണ്ട്. 27 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ട്രെയിനേഴ്സ് മാത്രം അത്രയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്? 30 above എംപ്ലോയീസ് ഉണ്ട്. 30-ലധികം ജീവനക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പം ഞാൻ നിലവിൽ +2 കഴിഞ്ഞ് ഈ ഗ്യാപ്പും ബിസിനസ്സും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ BBA ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ BBA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ BBA MBA ഒക്കെ കഴിഞ്ഞ പലരും ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ സാലറി കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള വലിയ മൊമെൻ്റ് ആണത്. അല്ല, ലൈക്ക് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്. കാരണം പലപ്പോഴും ഇവിടെ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അത്രയും ഒരു ടാലൻറ്റും നിങ്ങളുടെ എത്രയും ഒരു ഡെഡിക്കേഷനൊക്കെ നമ്മുടെ നാടിന് മിസ്സാവുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കുട്ടികളുടെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ, പക്ഷെ അവിടെ ഇപ്പം മോനാണെങ്കിലും അബ്രാറാണെങ്കിലും നാട്ടിൽ നിൽക്കുക, നിങ്ങളുടെ ടാലൻറ്റും നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷനും നമ്മുടെ നാട്ടിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അതൊരു ഓൺട്രപ്രണർഷിപ്പിലൂടെ തന്നെ ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുന്നത്, വളരെ സന്തോഷമുള്ളൊരു മൊമെൻറ്റ്. ഞാൻ ജർമ്മൻ ലാംഗ്വേജിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ ഈ ജർമ്മൻ, UK, കാനഡ ഇതിൻ്റെ ട്രെൻഡ് ഭയങ്കരമായി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ നാടുകളൊക്കെ ഭയങ്കര സാച്ചുറേറ്റഡ് ആയി എന്നാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. അപ്പോൾ പക്ഷെ എന്നാലും ജർമ്മൻ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എങ്ങനെയാണ് ഈ ജർമ്മനിലേക്ക് ഇപ്പോൾ ഒരു കുട്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? നേരത്തെ ഒരു 5 വർഷം മുന്നേ, ഒരു 4 വർഷം മുന്നേ കോവിഡിൻ്റെ സമയത്തൊക്കെ UK, കാനഡയൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ അതും സാച്ചുറേറ്റഡ് ആയി. എല്ലാ കൺട്രീസിനും അതിൻ്റെതായ ഒരു ഓപ്പണിംഗ് പീരീഡും ഒരു ക്ലോസിംഗ് പീരീഡും ഉണ്ടാവും. ഇപ്പം നിലവിൽ ജർമ്മനി നിൽക്കുന്നത് ശരിക്കും നല്ലൊരു ഓപ്പണിങ്സിലാണ്. അതായത് ഒരു അടുത്തൊരു 5 വർഷത്തേക്കോ 6 വർഷത്തേക്കോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് ജർമ്മനി. പക്ഷേ അവിടെ നടക്കുന്ന ഒരു പ്രശ്നം, ഈ ലാംഗ്വേജ് പഠിക്കാൻ കുറച്ച് ടഫാണെന്നൊരു തോന്നൽ പൊതുവെ പുറത്ത് പേരൻസിനായാലും കുട്ടികൾക്കായാലും ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ജർമ്മനി ഒരു ഓപ്ഷൻ അല്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസിൽ ഈ ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞാൽ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. ഇപ്പോഴും അവിടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരുപാട് വേക്കൻസീസ് ആണ്. പല ഹോസ്പിറ്റലുകളിലും പേഷ്യൻസിനെ ഫുള്ളി ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവിടെ നേഴ്സസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ അതിലേക്കാണ് ഈ ഓപ്പണിങ്സ് വരുന്നത്. ആ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടുന്ന് അവർ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനുള്ള ബാരിയർ ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് ടഫാണെന്നുള്ള തോന്നലിലാണ് ഇവിടെ നിലവിൽ ജർമ്മൻ ഒരു ഡിമാൻഡ് കുറയുന്നോ എന്നൊരു ചോദ്യം പലരും ചോദിക്കാനുള്ള റീസൺ. അവിടെ നമ്മൾ കൊടുക്കുന്ന സ്ട്രാറ്റജി ലാംഗ്വേജ് പാസ് ആവുക എന്നുള്ളത് അത്രയും ഈസി ആയിട്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അഫ്സൽ പറഞ്ഞു അഫ്സൽ പോകാനിരുന്ന ഒരു നഴ്സ് ആവാനായിരുന്നു. ഇപ്പോൾ പറഞ്ഞു അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളതും ഈ തരത്തിലുള്ള മേഖലകളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പലപ്പോഴും ഈ മെയിൽ നഴ്സുമാർക്ക് ഒരു വാല്യൂ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ജോബാണ് ഒരു നഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒത്തിരി പേര്, പക്ഷെ ഇപ്പോൾ അത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു സെഗ്മെന്റിൽ മെയിൽസിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവർക്ക് അത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും? നിലവിൽ 12th കഴിഞ്ഞ സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ ജർമ്മനി ചൂസ് ചെയ്യുന്നത്. ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ്, അതായത് സ്റ്റൈഫൻഡോട് കൂടി അവർക്ക് നേഴ്സിംഗ് പഠിക്കാൻ പറ്റും. 3 year കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നേഴ്സായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് നിലവിൽ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതിൽ മെയിലെന്നോ ഫീമെയിലെന്നോ ഏജ് ഡിഫറൻസോ ഒന്നും ഒരു പ്രശ്നമല്ല. വിത്തൗട്ട് ഏജ് ലിമിറ്റ് ആൾക്കാർ പഠിക്കുന്ന ഒരു കോഴ്സാണ് ഈ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്.
അതിലേക്ക് മെയിൽസ് പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലി ഞാൻ അതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എനിക്ക് ഇത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം, ഈ ജർമ്മൻ കഫേ അക്കാഡമി എന്നുള്ള പ്രസ്ഥാനം വളർത്തിയെടുക്കണം എന്നുള്ള ഡിസയർ കൊണ്ടും ഇതിലേക്കുള്ള എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് വന്നതുകൊണ്ടാണ് ഞാനിത് ചേഞ്ച് ചെയ്തത്. മെയിൽസിന് കൂടുതലും ഇങ്ങനെയുള്ള സിമ്പത്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എമ്പതി വേണ്ട ഫീൽഡിലേക്ക് പോകാൻ പലർക്കും മടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ടാവും. അതുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അവിടെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയപ്പെടുന്നത് പോലെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും വിസിബിൾ അല്ല. നമുക്ക് ആ പേഷ്യൻസിനെ കെയർ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട്, മനസ്സുണ്ട്, നല്ല സഹാനുഭൂതി ഉണ്ടാവുക എന്നുള്ളൊരു ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവിടെ പലരും, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും അവിടെ ഇപ്പോൾ 3rd ഇയർ 2nd ഇയർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ പലരും മെയിലുണ്ട്, ഒരുപാട് പേര് മെയിൽസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം അവിടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു യൂറോപ്യൻ ലൈഫ് സ്റ്റൈലിൽ അത്ര നല്ലൊരു കൺട്രിയിൽ നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത് മെയിൽസ് ഫീമെയിൽസ് ഒന്നും ഇല്ലാതെ ആർക്കും വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പലരും ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്, ചിലർ പാസ്സാവുന്നുണ്ട്, ചിലർ പാസ്സാവുന്നില്ല. IELTS ആയിക്കോട്ടെ, ജർമ്മൻ ആയിക്കോട്ടെ. പക്ഷേ ഇവർ എത്ര പേര് പഠിച്ചിറങ്ങുന്ന എത്ര പേര് വിദേശത്ത് എത്തുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇവിടെ ഇപ്പോൾ കൂണ് പോലെയാണ് സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങൾ പൊങ്ങി വന്നിരിക്കുന്നത്, ഒരുപാടുണ്ട്. ഇപ്പം തമാശയ്ക്ക് ഇങ്ങനെ നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞേക്കാം, പണ്ട് നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു ബുള്ളറ്റ് ഓടിക്കുന്നവൻ്റെ തലയിൽ വീഴുന്നു പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഒരു കല്ലെടുത്തെറിഞ്ഞ ഒരു സ്റ്റഡി അബ്രോഡ് നടത്തുന്ന ആളുടെ മേലായിരിക്കും ആ കല്ല് വീഴുന്നതെന്ന്. പക്ഷെ അവിടെ പലപ്പോഴും ഈ കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് പല സ്ഥാപനങ്ങളുടെയും ഈ പറയുന്ന അവരുടെ പ്രോമിസുകൾ കറക്റ്റ് അല്ലാതെ വരുന്നത് കൊണ്ടും ഇവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇടപെടൽ നടത്തുന്നത്? ഈ പറയുന്ന പ്രോമിസുകൾ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാതെ വരിക, അതുപോലെ കുറേ സ്റ്റുഡൻസിനെ എടുത്ത് വെച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള വേക്കൻസീസ് ഉണ്ടാവില്ല അവരുടെ കയ്യിൽ. അപ്പോൾ വെറുതെ കുറേ പേരെ എടുത്ത് നമ്മൾ കയറ്റി വിടാം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് എത്തിക്കാം എന്നുള്ളൊരു ട്രസ്റ്റ് കൊടുത്ത് കൊണ്ടുവരിക. അവരുടെ കയ്യിൽ ഇല്ലാത്ത റിസോഴ്സ് വെച്ച് അവർ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് ഇതിനകത്തേക്ക് കുട്ടികളെ അഡ്മിഷൻ ആക്കുക. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ ജർമ്മൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പാസ്സാവാത്തതും പാസ്സായ കുട്ടികൾ പലരും പുറത്തേക്ക് പോകാത്തതും. നമ്മളതിൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മൾ എക്സാം പാസ്സാക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ടുവരിക. അതുപോലെ പുറത്തേക്ക് വിടുന്ന കാര്യമാണെങ്കിലും നമ്മുടെ കയ്യിൽ എത്ര സ്ലോട്ട്സ് ഉണ്ട് കറക്റ്റ് അത്രയും കാൻഡിഡേറ്റ്സിന് മാത്രമേ നമ്മൾ എടുത്ത് വെക്കുകയുള്ളൂ. അവരെ നമ്മൾ കറക്റ്റായിട്ട് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യും. അല്ലാണ്ട് നമ്മൾ മാസമായിട്ട് മാർക്കറ്റ് ചെയ്ത് കുറേ ആൾക്കാർ എടുത്തു വെച്ചിട്ട് അവരുടെ കരിയർ പലരും ഫെയിലാക്കും. അതായത് നമ്മൾ പഠിപ്പിക്കുന്നുമുണ്ട്, കുട്ടികളെ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ പേപ്പർ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് കൊടുത്ത് കുട്ടികളെ എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ അത് പലരും ചെയ്യുന്നത് കുറേ പേരെ അവർക്ക് സ്ലോട്ട് കിട്ടും എന്നുള്ള എക്സ്പെക്ടേഷനിൽ ഒരുപാട് കുട്ടികൾ അവർ എടുത്തു വെക്കും. പക്ഷെ അവർക്ക് അത്രയും അഡ്മിഷൻസ് ജർമ്മനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടികളുടെ ലൈഫ് ആ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ അതിൻ്റെ ബാക്കിലാണ് വേസ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും ആ ഒരു രീതിയിൽ ചെയ്യുന്നില്ല. നമുക്ക് എത്ര സ്ലോട്ട്സ് ഉണ്ടോ അത്രയും കാൻഡിഡേറ്റ്സ് അത് നമുക്ക് ഇന്റേണലിൽ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അവരെ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് വിടുക. നമ്മൾ ആർക്കും ഫേക്ക് പ്രോമിസ് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്ത് വെക്കാറില്ല. ഈ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, ഈ റിസ്ക് എടുത്തിട്ട് എത്രത്തോളം ഇഷ്ടപ്പെട്ടു? നല്ല സ്ട്രഗിളിങ് ആണ്. പക്ഷേ അത് ഒരു ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് ആയതുകൊണ്ട്, അതായത് ഒരു സേഫ് ആയിട്ടുള്ള കരിയർ ക്വിറ്റ് ചെയ്തിട്ട് ഒന്നും അല്ലാത്തൊരു സ്ഥാപനം, ഒരു ഫ്ലെക്സും ഒരു സ്റ്റുഡൻറ്റും ഒരു ടീച്ചറും മാത്രമുള്ള ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത് ചെറിയ റിസ്ക് അല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന്. പക്ഷേ തുടങ്ങിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾസ്. ഇപ്പം സെയിൽസ് അറിയില്ല, മാർക്കറ്റിംഗ് അറിയില്ല, അല്ലെങ്കിൽ എംപ്ലോയി മാനേജ്മെൻറ്റ് അറിയില്ല. ഇതൊക്കെ സ്വന്തമായിട്ട് ഓരോ ദിവസം ഒരു ദിവസം രാവിലെ എണീക്കുന്നത് ഇന്നിനി എന്ത് പുലിവാല പിടിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കിക്കുണ്ട്. അപ്പോൾ ഇന്നൊരു പ്രശ്നം ഉണ്ടായി, അതിനെ നമ്മൾ നാളെ കവറപ്പ് ചെയ്തു, നാളെ നമ്മൾ സോൾവ് ചെയ്തു. 2 എംപ്ലോയീസിനെ മാനേജ് ചെയ്തിട്ടുണ്ട് അടുത്തുനിന്ന് എനിക്കിപ്പോൾ 30 പേരെ ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള സ്കിൽസ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് റിസ്ക് റിവാർഡ് റേഷ്യോ കമ്പയർ ചെയ്താൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ BBA പഠിച്ചവരെ അല്ലെങ്കിൽ MBA പഠിച്ചവരെക്കാട്ടിലും കുറേയും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ കിട്ടി എന്നുള്ളത് ഭയങ്കര പ്രാക്ടിക്കൽ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ? അതുപോലെയാണ്. ഇപ്പോൾ ഒത്തിരി പേര് അഫ്സലിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ചെയ്ത് ഫെയിലിയർ ആയേക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ ഇത് കരിയറിലേക്ക് പോകുമ്പോൾ ഓൺട്രപ്രണർഷിപ്പ് വേണോ അതോ സ്റ്റഡീസ് പഠിച്ച സാധനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ, പഠിച്ചുകൊണ്ടിരിക്കണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവും. കുറേ പേര് ഇതൊന്നും അല്ലാതെ ഞങ്ങൾ ജെൻസീസാണ്, ഞങ്ങൾക്ക് എന്തും കാണിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ഉണ്ടാവും. ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ വീട്ടിൽ ഇപ്പം നമുക്ക് പുറമെ കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടുകാരെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു വിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളോട് ആ ഒരു സെയിം ഏജ് കാറ്റഗറിയിലുള്ളവരോട് എന്താ അഫ്സലിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു കരിയറിലേക്ക് പോകാൻ പറ്റുന്നിടത്തുനിന്ന് ഒരു റിസ്ക് എടുത്തു. ആ റിസ്ക് എടുക്കാൻ എനിക്ക് മോട്ടിവേഷൻ കിട്ടിയത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കണ്ടൊരു ഗ്യാപ്പാണ്, ഈ ഫീൽഡിൽ കണ്ട ഒരു മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. സോ എനിക്കതിൽ പിടിച്ച് നിൽക്കാനുള്ളൊരു ഡിസയർ ഉണ്ടായിരുന്നു. ആ ഡിസയർ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും നല്ലൊരു കരിയർ സ്വിച്ച് ചെയ്ത് ഈ ഒരു റിസ്കി കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്തത്.
അപ്പോൾ നിങ്ങൾക്കൊരു പാഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡിലേക്ക് ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ട്രൈ ചെയ്യുക. അത് ട്രൈ ചെയ്ത് ഫെയിലായാലും ടൈമുണ്ട്. ഈ ചെറിയ പ്രായമല്ലേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് 21 വയസ്സേ ഉള്ളൂ. ഇത് ഫെയിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത കരിയർ നോക്കിയപ്പോൾ എനിക്ക് ടൈമുണ്ട്. പക്ഷേ ഇത് ഞാൻ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കിന്നിവിടെ ഇരിക്കാനും പറ്റില്ലായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തത്തുമില്ലായിരുന്നു. ഇത്രയും പേരുടെ ലൈഫിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് നേടിക്കൊടുക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റില്ലായിരുന്നു. അപ്പോൾ അതിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കി പോവുക, അടുത്ത് നോക്കുക. നമുക്ക് മാറ്റി മാറ്റി ട്രൈ ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു തീരുമാനം എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ അല്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരു പ്ലാൻ ഇടുന്നത് തുടങ്ങണം എന്നൊരു ആഗ്രഹം വരുന്ന സിസ്റ്ററുടെ മാരേജ് കഴിഞ്ഞ് എൻ്റെ പോക്ക് കുറച്ച് ലാഗായി. ഒരു 6 months ഡിലേ വന്ന സമയത്താണ്. ആ 6 months പ്ലസ് ഒരു 2 months ഞാനിത് ആലോചിച്ച സമയം കളഞ്ഞു. അതായത് എനിക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നെങ്കിൽ അടുത്ത കോൺട്രാക്ട് വരുന്നതിന് മുന്നേ സക്സസ്ഫുൾ ആക്കിയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാമായിരുന്നു. ഞാൻ വെറുതെ ആയിരുന്ന സമയത്ത് ഇത് ചെയ്യണോ എന്നുള്ള തോട്ടിൽ സ്റ്റക്കായിട്ട് ഭയങ്കരമായിരുന്നു. മെയിനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിൽ ആരുമില്ല. ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്ക്കാണ്. ഞാൻ എന്ത് തുടങ്ങി വെച്ചാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അത് മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫാണ് ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു 6 months എബോവ് വെയിറ്റ് ചെയ്തു. ഇന്ന് ഞാൻ ആ വെയിറ്റിംഗ് പീരീഡിനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 6 months മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നെങ്കിൽ എനിക്കിന്ന് 300 എന്നുള്ളതൊരു 600ലേക്ക് എത്താൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡിനെ ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോട്ട് വരുന്നവരോട് പറയാനുള്ളത്, ഇന്ന് തോന്നി നാളെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് നടന്നില്ലേ വിട്ടിട്ട് പോവുക. അപ്പോൾ അതിലേക്ക് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ടാലൻറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ അടുത്തൊരു ചോദ്യം അതായിരുന്നു ചോദിക്കാൻ വന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവർക്കും കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട്. അത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ അടുത്ത മാസത്തെ റെൻറ്റ് കൊടുക്കണം, സ്റ്റാഫിനെ ഹയർ ചെയ്ത് അവരുടെ സാലറി കൊടുക്കണം, നമ്മൾ ചിന്തിക്കാത്ത കുറേ എക്സ്പെൻസുകൾ വരും. അപ്പോൾ ഇങ്ങനെ ഒരു പേടി നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഓൺടർപ്രണർഷിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇറങ്ങാതെ തിരിച്ചാ ചുവട് വെക്കുന്നവരുണ്ട്. അവിടെയാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കിട്ടിയ പൈസ കൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങുന്നതും 10,000 രൂപ വാടകയുള്ളൊരു മുറി എടുക്കുന്നതും. അപ്പോൾ അത്തരത്തിൽ മൂലധനം ഉണ്ടെങ്കിലേ, ക്യാപിറ്റൽ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ എനിക്ക് ഒരു കാറും കറങ്ങുന്ന കസേരയും ഒരു AC ക്യാബിനൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് മോൻ്റെ എക്സ്പീരിയൻസിൽ മോൻ എന്നെ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇനിഷ്യലി ഞങ്ങൾ തുടങ്ങുമ്പോൾ ആ 25,000 പേയ്മെൻറ്റ് വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പെയിൻറ്റർക്ക് ആ ജോലി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ പേയ്മെൻറ്റ് മതിയാവില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ചെയ്തത് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് കംപ്ലീറ്റ് വർക്ക് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ ഒന്നും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അത് രാവും പകലും ഇല്ലാണ്ട് പെയിന്റ് അടിക്കാനും തൂത്തുവാരാനും മാറ്റൊട്ടിക്കാനായിട്ട് അക്കാഡമി സെറ്റപ്പ് ചെയ്യാനായിട്ട് എല്ലാത്തിനും കൂടെ എല്ലാ പരിപാടി. ഇപ്പോഴാണ് നമ്മൾ റെനോവേഷൻ വർക്കിലേക്കൊക്കെ പോകുമ്പോഴാണ് പുറത്തൊരാളെ ഹയർ ചെയ്തിട്ട് വർക്ക് കൊടുക്കുന്നത്. അതുവരെ പെയിന്റ് അടി തൊട്ട് എല്ലാ A to Z ജോബും നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്തത്. ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇതിനുള്ള റോ മെറ്റീരിയൽസ് വാങ്ങുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് വാങ്ങി ബാക്കി പണി സ്വന്തമായിട്ട് തീർത്തു. കുറച്ച് ഡിലേ വന്നു, 1 മാസം എടുത്തു ഒരു അക്കാഡമി റെഡിയാക്കി എടുക്കാൻ. പക്ഷേ നമുക്ക് ആ ക്യാപിറ്റൽ ഇല്ലാണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി, നമ്മളെ കൊണ്ട് ഇത് പറ്റുമായിരിക്കും. അങ്ങനെയാണ് പിന്നെ വീണ്ടും റിസ്ക് എടുത്ത് കുറച്ച് പൈസയും കൂടെ അറേഞ്ച് ചെയ്തിട്ട് രണ്ടാമത് പുതിയ റൂം കാര്യങ്ങളെടുത്ത് മാറുന്നതും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി അടുത്ത മാസം സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് വന്നേ പറ്റുള്ളൂ. സ്റ്റുഡൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തു. നമ്മൾ ആ നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തു, ഓൺലൈനിൽ ഫ്രീ ഡെമോ ക്ലാസ്സസ് കൊടുത്തു. അങ്ങനെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് സ്റ്റുഡൻസ് വന്നു. ഇനിഷ്യലി വന്നൊരു കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു നമ്മുടെ ബാക്ക് ബോൺ. ആ വന്ന ആദ്യത്തെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിനെ, അവരുടെ പേരൻസിനെ നമ്മൾ ഒരു രീതിയിലും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് സ്റ്റുഡൻസ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ. ആ മൗത്ത് പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അന്ന് 20 വയസ്സ് വലിയ കാര്യമാണ്. എങ്ങനെ ആ സമയത്ത്, അതും ചെറിയ തുകയാണ് കയ്യിലുള്ളത്, ആ സമയത്ത് ഏറ്റവും വലിയ സ്ട്രഗിൾസ് എന്തായിരുന്നു? അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? ഈ ക്യാപിറ്റലിൻ്റെ കുറവാണ് അതിൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്ത ഏറ്റവും വലിയ സ്ട്രഗിൾ. കറക്റ്റായിട്ടുള്ള റിസോഴ്സുകൾ കണ്ടുപിടിക്കുക, സ്റ്റുഡൻസിന് വന്നിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25,000 ഒന്നുമല്ല. അതിൻ്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോലുള്ള എമൗണ്ട് ഇല്ല. ആ സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കൂടെ നിന്ന കുറേ കൂട്ടുകാരാണ്. അപ്പോൾ നമ്മുടെ രാവും പകലും ഇല്ലാണ്ട് നമ്മുടെ കൂടെ, അതും ഒരു നോമ്പിൻ്റെ സമയത്ത് നോമ്പ് വെച്ച് രാവിലെ നമ്മുടെ കൂടെ വരിക, രാവിലെ 5 മണിക്ക് എണീറ്റ് വന്ന് പെയിൻ്റ് അടി തുടങ്ങുക. അവർക്കറിയില്ല ആ ജോലികളൊന്നും, പെയിൻ്റ് അടിക്കാൻ അവർക്കറിയില്ല, പുട്ടിയിടാൻ അറിയില്ല, അതൊന്നും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ നമ്മളിതെല്ലാം യൂട്യൂബ് നോക്കി പഠിച്ച് സ്വന്തമായിട്ട് ഈ ജോബ് മുഴുവൻ ചെയ്ത്, ഒരാളെ ഹയർ ചെയ്യാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് ലോഡിങ്ങും അൺലോഡിങ്ങും ഉൾപ്പെടെ എല്ലാം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഒന്ന് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നേ. അത് തുടക്കത്തിൽ ഭയങ്കര സ്ട്രഗിളായിരുന്നു. കാരണം ഒരാളെ ഹയർ ചെയ്താൽ ഈസി ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഓടണം. ഇതിനകത്ത് അവരുടെ അക്കാഡമിക്സിലേക്കുള്ള ശ്രദ്ധ നമ്മുടെ അടുത്ത് പോകണം, ഡെയിലി ക്ലാസ്സസ് എടുക്കണം, ഈ വരുന്ന സ്റ്റുഡൻസിന് ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യണം, അതിൻ്റെ കൂടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഓടണം. അങ്ങനെ ഇതായിരുന്നു രാവിലെ പോയി പെയിന്റ് അടിച്ചിട്ട് ഉച്ചയ്ക്ക് പോയി പിള്ളേരെ പഠിപ്പിക്കാൻ അവസ്ഥയായിരുന്നു. നമ്മൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ അത്രയും സപ്പോർട്ട് ചെയ്ത്. പേരൻസ് ആണെങ്കിലും നല്ല രീതിയിൽ തുടങ്ങുക എന്ന് തീരുമാനിക്കുന്നത് വരെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും തുടങ്ങി കഴിഞ്ഞവരെല്ലാത്തിനും കൂടെ നിന്നു. ഫിനാൻഷ്യലി ആരുടെയും സപ്പോർട്ട് വാങ്ങില്ല എന്നുള്ളത് എൻ്റെ പേഴ്സണലി ഒരു വാശിയായിരുന്നതുകൊണ്ട് ഞാൻ അതിനാരും അപ്രോച്ച് ചെയ്തിട്ടില്ല.
പക്ഷേ ബാക്കി എല്ലാത്തിനും മെൻ്റലി ആണെങ്കിലും വീട്ടിൽ ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും കൂടെ നിന്നത് പേരൻസും ഈ പറഞ്ഞ ഫ്രണ്ട്സുമാണ്. തുടക്കത്തിൽ നമുക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് കൂടെ നിന്നത് ഇവരൊക്കെയാണ്. നമ്മൾ തോറ്റുപോയി നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്നും നടന്നില്ലെങ്കിൽ ഉപ്പച്ചി ഇച്ചിരി കാശ് തരുമെന്ന് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ സേഫ് ആയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഇനിഷ്യലി നമുക്ക് അത് ചോദിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു അഭിമാന പ്രശ്നമാണ്. അത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കാണിക്കണം. കാരണം ഫസ്റ്റ് ടൈമിൽ അവർക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നു ഞാനത് വർക്കൗട്ട് ചെയ്തെടുക്കുമോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് 6 months എന്തായാലും അവരുടെ അടുത്തുനിന്ന് സപ്പോർട്ട് എടുക്കില്ല എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. ഞാൻ ജർമ്മനിക്ക് പോയിട്ടാണെങ്കിലും ഓക്കെ, അവർ പറഞ്ഞ പാത്തിലേക്ക് ഞാൻ തിരിഞ്ഞിട്ട് ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ചെയ്യാൻ എടുക്കാം, അതല്ലെങ്കിൽ ആ ഹെൽപ്പ് വേണ്ട എന്നുള്ളത്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇതിൻ്റെ സെക്കൻഡ് ഫേസിൽ ഇതിൽ എവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തുന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് വീട്ടിലും ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ട്, പക്ഷെ എന്നാൽ അയാൾക്ക് കൊടുത്ത ഉത്തരം എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് വന്ന ഫണ്ട് കൊണ്ട് തന്നെ നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ സൗകര്യങ്ങളിലേക്കും കൂടുതൽ സ്റ്റാഫിലേക്കും എല്ലാം ഡെവലപ്പ് ചെയ്തത് വിത്തൗട്ട് 0 ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. വേറെ ആരുടെ അടുത്തും നമ്മളൊന്നും വാങ്ങാതെ നമ്മൾ അത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് എനിക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി പൈസ ഉണ്ടാക്കുന്നതിന് പുറമെ ഈ വരുന്ന പൈസ മൊത്തം ഞാനതിന് 1 രൂപ പോലും സാലറി ഇപ്പോഴും എടുക്കാത്ത ഒരാളാണ്. എനിക്ക് എൻ്റെ സാലറിക്ക് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അക്കാഡമി ബേസ്ഡ് ആയിട്ടുള്ള ഇൻകം മൊത്തം ഞാൻ തിരിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതിലെ സ്റ്റാഫിനെ ബെറ്റർമെൻറ്റ് ചെയ്യാനും അവിടെ കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് എനിക്ക് പേരൻസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ സപ്പോർട്ട് വേണ്ടി വരും എന്നാണ്. പക്ഷേ അതിൽ നിന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് അതിലേക്ക് മാറാൻ പറ്റി. സ്വന്തം എമൗണ്ട് കൊണ്ട് അല്ലെങ്കിൽ അക്കാഡമി ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് തന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയോ? ഉറപ്പായിട്ടല്ലേ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗം സേവിങ്സിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വേറെ വർക്കുകൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ജർമ്മൻ കഫേയുടെ ഫ്യൂച്ചർ? നിലവിലിപ്പോൾ നമ്മൾ തൊടുപുഴയിൽ ഒരു ബ്രാഞ്ചായിട്ട് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പല സ്റ്റുഡൻസും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പല റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻസ് ഒന്നും എത്തിപ്പെടാനായിട്ട് ദൂരം കൂടുതലാണ്. അതൊരു മധ്യ കേരളത്തിലാണ് ഇരിക്കുന്നത്. തെക്കുന്നും വടക്കുന്നും വിളിക്കുന്ന സ്റ്റുഡൻസിന് എത്തിച്ചേരാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമുക്കിനി ഇത് പല ലൊക്കേഷൻസിലേക്കും എക്സ്പാൻഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് രീതിയിലുള്ള ഫോക്കോ മോഡൽ ഫ്രാഞ്ചൈസീസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ഫോക്കോ മോഡൽ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒരുപാട് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ക്രെഡിബിലിറ്റിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ എല്ലാ ക്രെഡിബിലിറ്റിയും പോകാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ ഫ്രാഞ്ചൈസിയിലേക്ക് പോകുമ്പോൾ. നമ്മൾ കൊടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന അതേ ഫീലിൽ ഒരു കുട്ടിക്ക് അത് ഒരു ഫ്രാഞ്ചൈസി ഓണർ കൊടുക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്? നമ്മൾ ഇത് ശരിക്കും നമുക്കിതിന് മുന്നേ പല ഓഫറുകളും വന്നിട്ടുണ്ട്. നിങ്ങളൊരു ബ്രാഞ്ച് സെറ്റ് ചെയ്താൽ നമ്മളിവിടെ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ പലരും നമ്മളെ ബ്രാഞ്ചിന് വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിഷ്യലി അത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ റീസൺ നമുക്ക് ഈ ക്വാളിറ്റി എത്രത്തോളം അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് നമ്മളിപ്പോൾ നിലവിൽ സൊല്യൂഷൻസ് ഓരോന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കംപ്ലീറ്റ് കരിക്കുലം, അതായത് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ലെസൺ പ്ലാൻസ് തുടങ്ങി കംപ്ലീറ്റ് കരിക്കുലം നമ്മളായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് കൃത്യമായിട്ടുള്ള SOPs ത്രൂ നമ്മൾ ട്രെയിനേഴ്സിൽ എത്തിക്കുന്നുണ്ട്. നമ്മുടെ ഫുൾ ഓപ്പറേഷൻസ് റിട്ടേൺ ആയിട്ടുള്ള SOPs നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്വാളിറ്റി എവിടെ തുടങ്ങിയാലും അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങിയാലും ഈ സ്റ്റുഡൻസിലേക്ക് കറക്റ്റായിട്ട് ആ ക്വാളിറ്റി എത്തിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. അല്ലെങ്കിൽ ഇതിന് മുന്നേ ജർമ്മൻ കഫേയുടെ 2nd and 3rd ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ആയേനെ. പക്ഷെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്റ്റുഡൻസിന് ആ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബേസിക് ഓർഗനൈസേഷണൽ സെറ്റപ്പ് അല്ലേ? അതെ. മോൻ ജർമ്മനിക്ക് പോണെങ്കിൽ മുന്നേ പെങ്ങളെ കെട്ടിക്കുന്ന ലക്ഷ്യത്തിലാണല്ലോ അന്ന് കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് ജർമ്മനിക്ക് പോയുമില്ല. പെങ്ങൾ എന്താ പറഞ്ഞു? അവര് ഇനിഷ്യലി ഇപ്പോൾ പെങ്ങളാണെങ്കിലും അളിയനാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് കുറേ പേര് എന്നെ കണ്ടാൽ പിടിക്കാൻ നടപ്പുള്ളൂ. കാരണം ഗൾഫിലൊക്കെ ഉള്ള പലർക്കും പെട്ടെന്ന് ഞാൻ പോകുമെന്ന് പറഞ്ഞ് കല്യാണം അറേഞ്ച് ചെയ്തതുകൊണ്ട് കൂടാൻ പറ്റില്ല എന്നൊരു പരാതി ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അവർ ഹാപ്പിയാണ്. എൻ്റെ ഗ്രോത്തിൽ അവർ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഫാമിലിയിലാണെങ്കിലും പേരൻസ് ഭയങ്കര പ്രൗഡാണ്. ഇനിഷ്യലി പെങ്ങളെ കെട്ടിക്കുന്നതിൻ്റെ റീസൺ ചോദിച്ചപ്പോൾ അവൻ പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അവൻ പോവാത്ത എന്താന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ലാതെ നിന്ന സ്ഥാനത്ത് നിന്ന് മോൻ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ അക്കാഡമി നടത്തുകയാണ്, ഇത്രയും കുട്ടികളെ കയറ്റി വിടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രൗഡാണ്. അവരെ പ്രൗഡാക്കാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ്. വണ്ടിയൊക്കെ എടുത്തോ? വണ്ടി എടുത്തു. ഏതാ? ഹൈക്രോസ്. എപ്പോൾ എടുത്തു? ഒരു 2 months ആയതേ ഉള്ളൂ. 2 months ആയിട്ടേ ഉള്ളൂ. പിന്നെ ഹൈക്രോസിനാണ് വന്നത്. അതെ. അടിപൊളി. ലൈസൻസ് എടുത്തല്ലോ അല്ലേ? നിന്നെ കണ്ടപ്പോൾ MVD ചോദിച്ചോ ലൈസൻസ് എടുക്കാറായോന്ന്? ഈ വണ്ടി മേടിച്ചിട്ട് ഉപ്പച്ചിനെ കയറ്റിയപ്പോൾ എന്ത് തോന്നി? കാരണം അതിനോട് ആദ്യം പറഞ്ഞതുപോലെ ആൺകുട്ടികൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവരൊരു അഭിമാനമാണ് വീട്ടിൽ ചോദിക്കാതെ വളരാന്നുള്ളത്. അതുപോലെ തന്നെ അവർക്കൊരു അഭിമാനമുള്ള കാര്യമാണ് സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കുക, അതിൽ ഫാദറിനെയോ അല്ലെങ്കിൽ മദറിനെയോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെ ഒരു ഫസ്റ്റ് ഡ്രൈവ് പോകാന്ന് പറയുന്നത്
ഇതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാ തോന്നിയ സമയത്ത്? ശരിക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതായത് ഞാൻ ഇത് വാങ്ങുക വെച്ചാൽ ഒരിക്കലും എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് വീട്ടുകാർ ഇങ്ങോട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചുമ്മാ ഹൈക്രോസ് വാങ്ങിച്ചാലോ ഞാൻ വെറുതെ ഒരു രസത്തിന് വീട്ടിൽ സംസാരിച്ചു തുടങ്ങിയ ടോപ്പിക്കാണ് ആക്ച്വലി. അത് സംസാരിച്ചു തുടങ്ങിയ സമയത്ത് ഒരിക്കലും ഇല്ലാത്ത പോലെ ഫാദറിൻ്റെ സൈഡിൽ നീ വാങ്ങിച്ച് തന്നേരെ എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. കാരണം അവരവരുടെ ലക്ഷറിയും ലൈഫ് സ്റ്റൈലും എല്ലാം സാക്രിഫൈസ് ചെയ്തത് ഞങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈവൻ അവരാദ്യം പറഞ്ഞ കൺസേൺ അതാണ്, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും പൈസ മുടക്കി നിന്നെ പഠിപ്പിച്ചിട്ട് നീ അത് ക്വിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ആ ഒരു ഡിസിഷൻ അവരൊരിക്കലും റിഗ്രറ്റ് ചെയ്തതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. സോ എനിക്ക് ഗ്രോത്ത് കിട്ടി തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത്, എല്ലാവരും പറയും ഇത്രയും ചെറുപ്പത്തിലൊരു വണ്ടി, ഇത്രയും എമൗണ്ടിൻ്റെ ഒരു വണ്ടി വാങ്ങുക എന്ന് പറയുമ്പോൾ മണ്ടത്തരമാണെന്ന് പറയും. പക്ഷേ എനിക്ക് അതിലുപരി അത് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുക, അവർ ഇത്രയും നാളെ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ തലേന്ന് ശരിക്കും ആരും കാണാതിരുന്ന് കരഞ്ഞിട്ടുണ്ട്. സന്തോഷമുണ്ട്. എല്ലാവരുടെ മുന്നിൽ കരഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് ആരും കാണാതെ ഒത്തിരി കരഞ്ഞിട്ടാണ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞാൻ ജനുവരി 1-ാം തീയതി ഡെലിവറിക്ക് പോകുന്നത്. ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് പുതിയ വണ്ടി ഗിഫ്റ്റ് ചെയ്തത് കൊണ്ടാണ്. അടിപൊളി. വാപ്പച്ചിക്ക് ആ സമയത്ത് കിട്ടിയൊരു മൊമെന്റ് അല്ലേ? ഭയങ്കര ഹാപ്പിയാണെന്ന് നമുക്ക് ഒബ്വിയസ്ലി അറിയാം. ടെസ്റ്റ് ഡ്രൈവിന് വന്ന സമയത്താണെങ്കിൽ പോലും ഒരിക്കലും ഇങ്ങനെയുള്ള ആഡംബരങ്ങളോട് ഒട്ടും അട്രാക്റ്റഡ് അല്ലാത്ത ഒരാളാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് മനസ്സിലായി ഇവരൊന്നും അട്രാക്റ്റഡ് അല്ലാത്തതല്ല, ഇവരൊക്കെ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ്. അടിപൊളി. അപ്പം വളരെയധികം സന്തോഷം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം സ്പാർക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അന്ന് +2 പഠിക്കുന്ന ഒരു കുട്ടി, ഞങ്ങളുടെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. അവനും ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ഓഫീസിലെ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് കുറച്ച് ബഡീസ് ഉണ്ടാവുമല്ലോ, അതിൽ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന അവനുണ്ട്. അവൻ്റെ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, യുണൈറ്റഡ് കവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അൻഫിൽ. ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അവനും പറയുന്ന സെയിം കാര്യമാണ്, നമുക്ക് ട്രൈ ചെയ്ത് എറർ ചെയ്ത് ഫെയിൽ ആയാൽ വീണ്ടും ട്രൈ ചെയ്യാനുള്ള ടൈം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എടുക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഒരുപാട് പേരുടെ ലൈഫിൽ, ഒരുപാട് പേരൻസിൻ്റെ ലൈഫിൽ, കാരണം മകനെ അല്ലെങ്കിൽ മകളെ പുറത്തേക്ക് വിടുക, അവരെ ലൈഫിൽ സെറ്റിൽ ചെയ്യുക. ചിലപ്പോൾ പല പേരൻസും ഇവരെ ലോൺ എടുത്തിട്ടും വീട് പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും കുട്ടികളെ പഠിപ്പിച്ച് ജർമ്മനിക്കും ഓസ്ട്രേലിയക്കൊക്കെ വിടുന്നത്. തിരിച്ച് ഇവർ ഫിനാൻഷ്യലി സെറ്റായി തിരിച്ചു വരുന്നത് സ്വപ്നം കണ്ടായിരിക്കും ഈ പേരൻസ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളെ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ജർമ്മൻ കഫേയുടെ ഒരുപാട് ഫ്രാഞ്ചൈസി സ്റ്റോറുകൾ കേരളം മുഴുവൻ കാണാൻ, ഫ്രാഞ്ചൈസി ഓഫീസുകൾ കേരളം മുഴുവൻ കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഒരുപാട് കുട്ടികൾ ആ ഒരു പ്രോപ്പറായിട്ട് പഠിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. അതിന് അഫ്സൽ വലിയൊരു കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ ഇൻ്റർവ്യൂ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് കാണണം. കാരണം ഒരു ഇൻ്റർവ്യൂവിനേക്കാൾ ഉപരി ഒരു ചെറിയൊരു പയ്യൻ അവൻ്റെ ചെറിയ കാലഘട്ടത്തെ എക്സ്പീരിയൻസിനെ ബിസിനസ്സാക്കി ആ ബിസിനസ്സിനെ വളർച്ചയുടെ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു എപ്പിസോഡ്. കാരണം നമ്മളൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിൽ ഈ ഒരു ഏജിൽ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നത് പല രീതിയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകളിലൂടെ പഠിക്കുന്നുണ്ട്, നമ്മൾ ബിസിനസ് പഠിക്കുന്നുണ്ട്, ഇതിനേക്കാൾ ഉപരി നമ്മൾ ഒരു കോളേജിൽ പോയി പഠിക്കുന്നുണ്ട്. ഈ ഒരു പ്രായത്തിൽ തന്നെ അവൻ എല്ലാ രീതിയിലും പഠിക്കുന്നുണ്ട്. അവൻ്റെ ബിസിനസ് പഠിക്കുന്നുണ്ട്, കഷ്ടപ്പാടുകളിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിക്കുന്നുണ്ട്, എങ്ങനെ മറ്റുള്ളവരിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്ന് അവൻ പഠിക്കുന്നുണ്ട്. അത് റിയൽ ലൈഫിൽ കാണിക്കുന്നതും ചെയ്യുന്നുണ്ട്. ഒരുപാട് അഫ്സൽമാരുണ്ടായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.